ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അദ്ദേഹം മൃതപ്രായനായിരിക്കുന്നു. ഇനി അധികകാലം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിയില്ല. ഉടനെ തന്നെ ആ മരണവാർത്ത കേൾക്കാൻ കഴിയുമെന്ന വാർത്ത ഇന്ന് പാടെ പരക്കുകയാണ്. ഇസ്രായേലിലെ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഈ വാർത്തയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ്. അന്ന് അവരെല്ലാം വിചാരിച്ചത് മൊജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല. അദ്ദേഹം ആ ആക്രമണത്തെ അന്ന് തൽക്കാലം സർവൈവ് ചെയ്തു. അന്ന് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് അജ്ഞാത കേന്ദ്രത്തിൽ, ആർക്കും അറിയാത്ത നിഗൂഢമായ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിൽ പോവുകയായിരുന്നു. ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുന്നു. അപ്പോഴും അദ്ദേഹം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തത് വലിയ ദുരൂഹതയുണ്ടാക്കി, വലിയ സംശയമുണ്ടാക്കി. തൻ്റെ പിതാവിൻ്റെ ഖബറടക്കത്തിന് പോലും അദ്ദേഹം എത്തിയില്ല. ഇതെല്ലാം ഏതാണ്ട് ഈ മൊജ്തബ ഖമേനി ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിന് കാര്യം പിടികിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ സർക്കാരിന് മൊജ്തബയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം എന്ന് തന്നെയാണ് സൂചന. ഇസ്രായേൽ സർക്കാരിന് ആ വിവരങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായും ആ വിവരങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക മൊസാദ് ആയിരിക്കും. മൊസാദ് മൊജ്തബ ഖമേനിയുടെ അടുത്തെത്തിയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തെ വധിക്കേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം ഊർധ്വശ്വാസം വലിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം മരണത്തോട് മല്ലിട്ട് കിടക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മൊസാദ് മൊജ്തബ ഖമേനിയെ വെറുതെ വിട്ടു എന്നും സൂചനകളുണ്ട്. എന്തായാലും മൊജ്തബ ഖമേനി മരണത്തോട് മല്ലിട്ട് കിടക്കുന്നുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങൾക്ക് പിന്നിൽ മൊസാദാണ്. മൊസാദ് വെറുതെ പറയുന്ന ഒരു സംഘടനയല്ല. മൊസാദിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. മൊജ്തബയുടെ തൊട്ടടുത്ത് വരെ ഒരുപക്ഷെ മൊസാദ് എത്തിയിട്ടുണ്ടാകും. അവിടെ നിന്നുകൊണ്ടാണ് മൊജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ മൊസാദ് സ്ഥിരീകരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ വാർത്തകളെ തുടർന്ന് ഇറാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇറാൻ ഈ വാർത്തയെ 100% തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അതിശയകരമായ കാര്യം. അതായത് മൊജ്തബ ഖമേനിയുമായിട്ടുള്ള ആശയവിനിമയം തകരാറിലായി. ഇപ്പോൾ ആശയവിനിമയം ഇല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഫെബ്രുവരി 28 ചേർന്ന അല്ലെങ്കിൽ ഫെബ്രുവരി 28 നടന്ന ആക്രമണം, ആ ആക്രമണത്തിന് ശേഷം ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട നിരവധി മന്ത്രിസഭാ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ആ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ പരമോന്നത നേതാവ് പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും മൊജ്തബ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും ഈ ഭരണകൂടത്തെ അങ്ങേയറ്റം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മൊജ്തബ ഏതെങ്കിലും തരത്തിലൊരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയാൽ അദ്ദേഹത്തെയും അമേരിക്കയും ഇസ്രായേലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ മൊജ്തബ ഖമേനി ഈ പൊതു ഇടത്തിലേക്ക് വരാത്തത് അതുകൊണ്ടാണ് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന വാർത്തയും വന്നിരുന്നു. ഒരിക്കൽ കൂടി അത്തരം വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. ഇനി അധിക നേരം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിയില്ല, മരണത്തോട് പടവെട്ടാൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ മാധ്യമ വാർത്തകൾ ഇറാൻ തള്ളുന്നില്ല എന്നു മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിൽ അതിനുശേഷം ഈ മൊജ്തബ പങ്കെടുത്തിട്ടില്ല എന്ന് പെസഷ്കിയാൻ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപകടാവസ്ഥ, ഗൗരവകരമായ അവസ്ഥയെക്കുറിച്ച് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് സ്ഥിരീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് മസൂദ് പെസഷ്കിയാൻ സ്ഥിരീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്, പരമോന്നത നേതാവുമായി ആശയവിനിമയം ഇപ്പോൾ നടക്കുന്നില്ല എന്നൊക്കെയാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഈ മൊജ്തബ ഖമേനി ഒളിവിൽ കഴിയുന്നത് കാരണം നേരത്തെ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ചർച്ചയിൽ ഉയർന്നു വരുന്ന ഓരോ നിർദ്ദേശങ്ങളും അത് അംഗീകരിക്കേണ്ടത് മൊജ്തബയാണ്. പക്ഷേ മൊജ്തബ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മൊജ്തബയുടെ ഒളിയിടത്തിലേക്ക് പ്രത്യേക സംവിധാനങ്ങൾ വഴി ഈ തീരുമാനങ്ങൾ അറിയിക്കുകയായിരുന്നു. പിന്നീട് ആ തീരുമാനങ്ങൾ അവിടെ എത്തി മൊജ്തബ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വിലയിരുത്തിയതിന് ശേഷം അനുമതി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യും. ആ സന്ദേശം തിരികെ സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പണി. പക്ഷേ ഇതെല്ലാം ദീർഘസമയം എടുത്തുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ
തന്നെ ഈ സമാധാന ചർച്ചകളിലടക്കം വലിയ സാവധാനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണം അതീവ ദുരൂഹമായ പ്രദേശത്ത് മുജ്തബ ഒളിവിൽ കഴിയുന്നത് കൊണ്ടാണ് എന്ന് പരക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവ് ആയത്തുള്ള ഖമേനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പുറം ലോകം കണ്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും സംശയം ഉയരുകയാണ്. മുജ്തബ ഖമേനിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇല്ലാതാകും, അല്ലെങ്കിൽ അദ്ദേഹം ഓർമ്മയാകും എന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുന്നത്. അതിന് ചെറിയൊരു സ്ഥിരീകരണം ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും നൽകുന്നുണ്ട്.